നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. പൊന്നാനിയിൽ പ്രവാസിയുടെ അടച്ചിട്ട വീട് കുത്തി തുറന്ന 300 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ 8 മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ 3 പേർ അറസ്റ്റിൽ. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നാസർ, പാലക്കാട് സ്വദേശി മനോജ് എന്നിവരാണ് പിടിയിലായത്. ഏപ്രിൽ 13 പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപമുള്ള രാജേഷിന്റെ വീട്ടിലായിരുന്നു പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ നടുക്കിയ കവർച്ചയുണ്ടായത്. അതിന്റെ മേലെ കയറ്റിയിരിക്കോ കേട്ടാ. വിവിധ കവർച്ചാ കേസുകളിൽ പ്രതികളായ 3 പേരും ജാമ്യത്തിലിറങ്ങി പൊന്നാനിയിൽ സംഗമിച്ചത് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം വഴിത്തിരിവിലെത്തിയതെന്ന് ജില്ലാ പോലീസ് മേധാവി തിരൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊന്നാനിയിൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ റിപ്പോർട്ട് ചെയ്ത ഒരു മേജർ മോഷണ കേസുണ്ട്. അന്വേഷണം പുരോഗമിക്കുക. എൻ്റെ ഒരു ആദ്യഘട്ടം കംപ്ലീറ്റ് ചെയ്തത് നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കാനായിട്ടാണ് ഈ പ്രസ് മീറ്റ് വിട്ടത്. ഈ കേസ് എന്ന് പറയുന്നത് ഒരു അബാൻഡൻ ഹൗസ്, അതായത് വീട്ടിൽ ആളില്ലാതെ ഇരുന്ന ഒരു വീട്ടിൽ നിന്ന് ലോക്കർ കുത്തി തുറന്നു. ഏതാണ്ട് 3.5 കിലോയിലധികം സ്വർണ്ണാഭരണങ്ങളും കോയിനുകളുമായിട്ടുള്ള ഒരു പ്രവാസിയുടെ വീട്ടിൽ നിന്ന് കളവ് പോയതായിരുന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അന്ന് ആ സമയം മുതൽ നമ്മളതിൻ്റെ പ്രസ്യൂട്ടിലാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അതിലൊരു ബ്രേക്കിംഗ് സൈഡിലോട്ടേക്ക് എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയ ടീം നമ്മൾ ചാർജ് എടുത്തതിന് ശേഷം ഒരു റിവൈസ്ഡ് ടീം പഴയ ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ഓഫീസർ ഫ്രഷ് മൈൻഡഡ് ആയിട്ടുള്ള കുറച്ച് പേരും കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഒരു റീവർക്കിംഗ് ഇതിനകത്ത് പല രീതിയിൽ നടത്തി. അപ്പോൾ അതിൻ്റെ ഔട്ട്കമായിട്ട് ഇതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള രീതിയിൽ ഈ കേസിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി, അതൊരു സുഹൈൽ 50ലധികം മോഷണ കേസിലെ പ്രതിയാണ്. ഞാൻ പാലക്കാടും തൃശ്ശൂരും ഇരിക്കുമ്പോഴും അപ്പോൾ അവിടെയും കേസുകളിൽ എൻ്റെ ടീം തന്നെ പിടിച്ച പ്രതിയാണ്. അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി, ഇയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിലുണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല. എന്നിരിക്കലും ആളുടെ ഇൻവോൾവ്മെൻ്റ് ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീഡ്സ്, അതിനുശേഷം ഇതിൻ്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന പിന്നീടുള്ളൊരു മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ചെയ്തു കൊടുത്ത വ്യക്തിയാണ്. മനോജ് തന്നെയാണ് സുഹൈലിന് ഇതിനു മുന്നത്തെ പല കേസുകളിലും ജാമ്യമടക്കമുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തു. സുഹൈലിന് നാട്ടിലെമ്പാടും കേസുകളുണ്ട്, പലയിടങ്ങളിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട്, എക്സാക്ട്ലി പറഞ്ഞാൽ കഴിഞ്ഞ 2.5 മാസത്തോളമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു ഷാഡോ മോഡിലാണ് ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടത്. ബഹളങ്ങളില്ലാതെ വളരെ സൈലൻ്റായിട്ട് ഇത്രയും വലിയൊരു ടീം ഇതിൻ്റെ പുറകെ നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ലീഡ് പ്രകാരം മനോജിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ ഈ കേസിൻ്റെ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൻ്റെ 1ാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയിരിക്കുന്നത്. ഇതിൽ തുടർന്ന് പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെ പറയാൻ കാരണം ഈ കേസ് ഉണ്ടായി ആ സംഭവത്തിന് ശേഷം തന്നെ ഏകദേശം ഒരു 20 ദിവസത്തിന് ശേഷം ഇതിൽ മുഖ്യപ്രതിയായിട്ടുള്ള സുഹൈലിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നതാണ്. മറ്റു പല കേസുകളും റിവീൽ ചെയ്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു സെറ്റ് ആൾക്കാരായതുകൊണ്ട് തന്നെ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്റ്റോറികൾ കൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ഇവരുടെ മറ്റ് അക്കംപ്ലിസസിൻ്റെ കാര്യത്തിനെക്കുറിച്ചുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ടും മുഖവിലേക്ക് എടുത്തിട്ടില്ല. അന്വേഷണം നല്ല രീതിയിൽ അത് ഇനിയും മുന്നോട്ട് പോകേണ്ടത്. ആസ് ഓഫ് നൗ നമ്മളുടെ സൂചന പ്രകാരം റിക്കവറി പ്രൊസീഡിങ്സ് ലീഗലായിട്ടുള്ള നടന്നു വരുന്നേ ഉള്ളൂ. ഏതാണ്ട് 1100 ഗ്രാമോളമുള്ള സെർച്ച് പ്രകാരമുള്ളൊരു 7.5 lakhs rupees
എമൗണ്ടും 2 ഇലക്ട്രിക് സ്കൂട്ടറുകളുമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സോഫാർ നമുക്ക് റിക്കവർ ചെയ്യാൻ കഴിയും. ഏകദേശം 8-9 മാസം ക്രൈം നടന്നതിന് ശേഷം കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല വിധത്തിലുള്ള ഡിസ്പോസൽ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് സ്വർണ്ണമായിട്ട് തന്നെ ഈ പ്രൊസീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവാൻ അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടനടി തന്നെ ഈ പ്രതികളെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് തുടർന്നുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിൻ്റെ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞ് ഇനിയും റിക്കവറിയുടെ വർക്കുകൾ ഇനിയും പെൻഡിങ് ഉണ്ട്. കേസിൽ അക്കംപ്ലിസസ് ആയിട്ടുള്ള മറ്റാളുകളുണ്ടോ എന്നുള്ളത് വിശദമായിട്ട് പരിശോധിക്കേണ്ട ആവശ്യകതയുമുണ്ട്. സംഭവ ദിവസം രാജേഷ് കുടുംബത്തോടൊപ്പം ദുബായിലായിരുന്നു. വീട്ടിലെ ലോക്കറിലായിരുന്നു സ്വർണം. വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരി വീടിന്റെ പിൻവശത്തുള്ള ഗ്രില്ല് തകർത്ത നിലയിൽ കാണുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ അലമാരയും മറ്റും തുറന്നിട്ട നിലയിൽ കണ്ടെത്തി. ഉടൻ വീട്ടുടമയെ വിവരം അറിയിക്കുകയായിരുന്നു. എഡിറ്റർ ലൈൻ, തിരൂർ. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years. Majestic Jewelers.